ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3യുടെ പാർട്ട് 2 ഭാഗമാണ്. നമ്മളിന്ന് ഗവൺമെൻറ് തൊട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കാം. ഗവൺമെൻറ് ഒരു ലൈവ് ന്യൂസിൻ്റെ ഒരു സ്ക്രീനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബ്രേക്കിംഗ് ന്യൂസ്: COVID-19 ഗവൺമെൻറ് ഡിക്ലെയർസ് free ration for all card holders. Government slashes price for the life-saving medicines. Government maintain vigil. Price hike under control. Dahanir new project for ഡ്രിങ്കിങ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ബൈ ഗവൺമെൻറ്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസുകൾ വന്നിട്ടുള്ളത്. COVID-19 സമയത്തുള്ള ഒരു ന്യൂസാണ്. ഫ്രീ റേഷൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് റേഷൻ കൊടുക്കുന്നത്, റേഷൻ കാർഡുള്ള എല്ലാവർക്കും ഫ്രീ റേഷൻ കൊടുക്കുന്നതാണ് ഒരു ന്യൂസ്. രണ്ടാമത്തത് മരുന്നുകൾക്ക് വില കുറക്കുന്നത്. മൂന്നാമത്തത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നത്. നാലാമത്തത് എല്ലാവർക്കും കുടിനീര് കൊടുക്കുക, വെള്ളം, വാട്ടർ സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാമാണ് ന്യൂസ് ഉള്ളത്. ലുക്ക് അറ്റ് ദ ന്യൂസ് ഗിവൺ എബവ്. ദ ഗവൺമെൻറ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എൻഷുറിങ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ in a state. It is the government which helps to keep the relationship between the state and the people active. അപ്പോൾ ഗവൺമെൻറ് ഡ്യൂട്ടി എന്തൊക്കെയാണ്? ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി. ഒരു സ്റ്റേറ്റിൻ്റെയും ജനങ്ങളുടെയും ബന്ധം ഊഷ്മളമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കടമ. A particular territory need not become a state just because it is inhabited by people. A system called government is essential to coordinate the resources and the people there. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് കുറച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുന്നുണ്ടെന്ന് കരുതി അതിനെ നമുക്കൊരു സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ആ ഒരു പ്രദേശത്തിന് സ്വന്തമായിട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ആകാൻ പറ്റില്ല. ആ ഒരു പ്രദേശത്ത് ഒരു ഗവൺമെൻറ് ആവശ്യമാണ്, ഒരു സിസ്റ്റം ആവശ്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ആവശ്യമാണ്. കോർഡിനേറ്റ് ദ റിസോഴ്സസ് ആൻഡ് ദ പീപ്പിൾ ദെയർ. അവിടെയുള്ള വിഭവങ്ങളും ജനങ്ങളെയും ആ വിഭവങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം. ഇപ്പം നമുക്ക് വെള്ളമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് അയൺ ഓർ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കൽക്കരി ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പാറ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? ആരാണ് ഈ പാറ പൊട്ടിക്കേണ്ടത്? ആരാണ് കൽക്കരി ഖനനം ചെയ്യേണ്ടത്? ഇതൊക്കെ എല്ലാം തീരുമാനിക്കുന്നതിന് ഒരു ഗവൺമെൻറ് ആവശ്യമാണ്. അതിനൊക്കെ മെയിൻ്റനൻസ് നടത്തുന്നതിന്, റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതിന്, എല്ലാ കാര്യത്തിനും ഒരു മേൽനോട്ടം വഹിക്കാൻ ഒരാൾ ആവശ്യമാണ്. അപ്പോൾ അതാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊക്കെ വേണ്ടിയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗവൺമെൻറ്. ദ സ്റ്റേറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെയർ ആസ് ദ ഗവൺമെൻറ് കീപ്സ് ചേഞ്ചിങ്. ഇപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് പരമാധികാരമുള്ളൊരു സ്ഥിരമായിട്ടുള്ളൊരു സ്ഥാപനം ആണെങ്കിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് 5 വർഷത്തെ ടേമിലാണ് ഗവൺമെൻറ്, അല്ലേ? ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ അവർ 5 വർഷമാണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ മാറും. ജനങ്ങൾ വീണ്ടും ഇലക്ഷൻ വരും, വോട്ട് ചെയ്യും. അപ്പോൾ അവർ മാറും, വേറെ ആൾക്കാർ വരും. ചിലപ്പോൾ അവർ തന്നെ കണ്ടിന്യൂ ചെയ്യും. നല്ല ഭരണമാണെങ്കിൽ അവർ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പേജിലുള്ളത് ഗവൺമെൻറ് ഈസ് എൻ ഏജൻസി ടു പെർഫോം ദ പോളിസീസ് ഓഫ് ദ സ്റ്റേറ്റ്, എക്സ്പ്രസ് ആൻഡ് എക്സിക്യൂട്ട് ദം. ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിനിധിയാണ്. എന്തിനുള്ള പ്രതിനിധിയാണ്? കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഒരു ചെയ്യുന്നതിനും അത് നടക്കുന്നുണ്ടോ, അത് നല്ല രീതിയിൽ നമ്മളിപ്പോൾ നിർമ്മിച്ച ഒരു നിയമം അല്ലെങ്കിൽ ഒരു റൂള് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഏജൻസിയാണ്, ഒരു പ്രതിനിധിയാണ് ഗവൺമെൻറ്. ദ ഗവൺമെൻറ് ഹാൻഡിൽസ് ലോ ആൻഡ് ഓർഡർ. ഇനി ഗവൺമെൻറ് എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് നോക്കുന്നത്? ലോ ആൻഡ് ഓർഡർ, നിയമനിർമ്മാണവും ആ നിയമത്തിൻ്റെ നിർവഹണവും. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, അതായത് നിയമം നടപ്പിലാകുന്നുണ്ടോ എന്ന് നോക്കുക. ഡിഫെൻസ്, പ്രതിരോധം. ഫോറിൻ റിലേഷൻസ്, വിദേശ നയപരമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. റോഡ്, ബ്രിഡ്ജസ്,
ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, കറണ്ടും വെള്ളവും, വിദ്യാഭ്യാസം എന്നീ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് ദ മേജർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഹാൻഡിൽസ് ലോ ആൻഡ് ഓർഡർ, റൂൾ ഓഫ് ലോ, ടാക്സ് കളക്ഷൻ, ഡിഫെൻസ്, ഫോറിൻ റിലേഷൻ, road, bridges, drinking water, electricity, education, protects the sovereignty and unity of the state. അപ്പോൾ അവസാനത്തെ ഒരു ഇതും കൂടിയുണ്ട്, സോവറിജിനിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഒത്തൊരുമയെയും സർവ്വാധികാരത്തെയും സംരക്ഷിക്കുക, അതുകൂടി ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. നെക്സ്റ്റ് ഹെഡിങ് സോവറിജിനിറ്റിയാണ്. നമുക്ക് ആദ്യം തന്നെ 4 ന്യൂസ് തന്നിട്ടുണ്ട്. ഈ ന്യൂസ് ഒന്ന് നോക്കാം. ഈ ന്യൂസിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഏതൊക്കെ പവർ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെ പവറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. സിവിൽ വാർ റിസോൾവ്, ശ്രീലങ്ക മൂവ്സ് ടു ഡെമോക്രസി. അപ്പോൾ ഇതിനകത്തുള്ളത് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി ഗവൺമെൻറ് ആണ്. ഒരു ഗവൺമെൻറ്റിന് എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്. അത് നിയമനിർമ്മാണത്തിനും നിയമം നടപ്പാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, ലോ ആൻഡ് ഓർഡർ നടപ്പാക്കാൻ വേണ്ടിയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് നടപ്പാക്കാൻ വേണ്ടി, ഭരണഘടനാപരമായ അവകാശങ്ങൾ അത് പാലിക്കുന്നതിന് വേണ്ടിയുള്ള നമുക്ക് ഗവൺമെൻറ്റിന് കുറച്ച് അധികാരങ്ങളുണ്ട്. അപ്പോൾ ആ അധികാരമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സിവിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയമപരമായ ശാക്തീകരണവും ഭരണാധികാരവും ഉപയോഗിക്കുന്നു. അതാണ് ആദ്യത്തേതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അധികാരം, എക്സിക്യൂട്ടീവ് പവർ. ഇനി രണ്ടാമത്തത് വാർ സ്കെയർ, ഇന്ത്യ അഷ്യൂർസ് സേഫ് റിട്ടേൺ ഓഫ് സ്റ്റുഡൻറ്റ് എബ്രോഡ്. അതായത് ഭരണാധികാരം ആണ് എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ യുദ്ധഭീഷണി നേരിടുന്ന വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഭരണാധികാരവും വിദേശീയ അധികാരവും ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തത് ഇന്ത്യ ആൻഡ് ചൈന സൈൻ എ ന്യൂ കോപ്പറേഷൻ പാക്ട്. ഇന്ത്യയും ചൈനയും കൂടി ഒരു പുതിയ ഉടമ്പടി കരാറ് സൈൻ ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സിക്യൂട്ടീവ് പവറാണ്. ഫോറിൻ അഫെയർസ് ആൻഡ് ഡിഫെൻസും ഫോറിൻ അഫെയർസ് തന്നെയാണ് ഇതിനകത്തും ഉപയോഗിക്കുന്നത്. വിദേശകാര്യ അധികാരം സഹകരണ കരാർ ഒപ്പിടുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരത്തിൽപ്പെട്ട വിദേശകാര്യ അധികാരമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നാലാമത്തെ ന്യൂസ് വെൽഫെയർ ഓഫ് ദി ഏജ്ഡ്, ഫ്രാൻസ് സെറ്റ് ഫോർ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ലോ. അപ്പോൾ ഇതിനകത്തും എക്സിക്യൂട്ടീവ് പവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലെജിസ്ലേറ്റീവ് പവറും ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് നിയമനിർമ്മാണം. വൃദ്ധരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് സർക്കാർ ഭരണാധികാരവും നിയമനിർമ്മാണ അധികാരവും ഉപയോഗിക്കുന്നു. പെൻഷൻ, ചികിത്സ, ഭക്ഷണം, താമസം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസിലാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഫ്രാൻസിനെ പറ്റിയാണ്. അവർ ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ എക്സിക്യൂട്ടീവ് പവറാണ്. അതിനകത്ത് ലോ ആൻഡ് ഓർഡർ, പവർ ടു എൻഫോഴ്സ് ലോ ആൻഡ് ഓർഡർ, അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് അറ്റ് ഓൾ ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്. Each headline gives a decision made by the government by the state in different fields using their power. The supreme power of the state to take decision without being subjected to external interventions or pressure in any form is termed sovereignty. The supreme power of the state to take decision without being subjected to external intervention or pressure ഇൻ എനി ഫോം ഈസ് ടേംഡ് സോവറിജിനിറ്റി. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ പരമാധികാരമാണ്. ആ അധികാരം പുറത്തുള്ള ഒരു ശക്തി, ബാഹ്യശക്തിയുടെ പ്രഷറോ നിർബന്ധമോ കൈകടത്തലോ ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു സ്റ്റേറ്റിൻ്റെ കഴിവിനെയാണ് അല്ലെങ്കിൽ ആ അധികാരത്തിനെയാണ് സോവറിജിനിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത്. ദിസ് ഈസ് എ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. യുണീക്ക് മീൻസ് അതുല്യമായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്. The state makes law and takes political decisions as part of its sovereign power. അപ്പോൾ സ്റ്റേറ്റ് സ്വന്തമായിട്ട് ഓരോ തീരുമാനങ്ങളെടുക്കും. നിയമനിർമ്മാണത്തിനും അതുമാത്രമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ പരമാധികാരം ഉപയോഗിച്ചിട്ടാണ്. The state executes and protects its sovereign power through the government. അപ്പോൾ ഒരു സംസ്ഥാനം ഈ ഒരു പവർ, അല്ലെങ്കിൽ ഒരു കൺട്രി, ഒരു രാജ്യം ഈ പവർ
പരമാധികാരത്തിൻ്റെ ആ ഒരു പവർ യൂസ് ചെയ്യുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിലൂടെയാണ്. Even if there are people, territory and the government, state cannot exist without sovereignty. പരമാധികാരം ഇല്ലാതെ ഒരു സ്റ്റേറ്റിന് നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ജനങ്ങളുമുണ്ട്, ബോർഡർ ഉണ്ട്, ടെറിട്ടറി ഞാൻ പറഞ്ഞില്ലേ, ആ പ്രദേശം, പരമാധികാരത്തിനുള്ള പ്രദേശമുണ്ട്. എന്നിരുന്നാൽ പോലും സ്റ്റേറ്റിന് ഈ ഒരു സോവറിനിറ്റി ഇല്ലെന്നാണെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനോ നിയമവ്യവസ്ഥ നടപ്പിലാക്കാനോ സാധിക്കില്ല. Democracy being toppled in Myanmar, America warns of intervention. Nuclear policy, countries' internal affairs, no need of interference from other countries, says India. ഇപ്പോൾ 2 ന്യൂസുകൾ നമുക്ക് പ്ലക്കാർഡിൽ തന്നിട്ടുണ്ട്. Which of these given news the sovereignty of the state is maintained? Explain why. Prepare a note. ഇതിൻ്റെ ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ആൻസർ ഇതാണ്. ഫോറിൻ പോളിസി ആൻഡ് നാഷണൽ എക്സിക്യൂട്ടീവ് സെക്യൂരിറ്റി ആണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തിരിക്കുന്നത്, അമേരിക്കയുടേത്. വെൻ അമേരിക്ക വാൺസ് ഓഫ് ഇൻ്റർവെൻഷൻ, ഇറ്റ് ഈസ് എക്സസൈസിങ് ഇറ്റ്സ് റോൾ ഇൻ ഫോറിൻ അഫയേഴ്സ്, എ ഫംഗ്ഷൻ typically carried out by the executive branch, specifically the president and the State Department. This type of power is a part of executive power റിലേറ്റഡ് ടു നാഷണൽ ഡിഫെൻസ് ആൻഡ് ഫോറിൻ റിലേഷൻസ്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടീവ് പവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഡിഫെൻസിൻ്റെയും ഫോറിൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സിക്യൂട്ടീവ് പവറാണ്. ഇറ്റ് ഓൾസോ ഡെമോൺസ്ട്രേറ്റ് ദ ഗവൺമെൻറ്റ്സ് ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി പവേഴ്സ്. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി പവേഴ്സ് കൂടി ഇത് കാണിക്കുന്നുണ്ട്. സോ in this case it's a warning, not direct action. ഇതൊരു വാർണിംഗ് മാത്രമാണ്, ഡയറക്റ്റ് ആക്ഷൻ അല്ല. The news headlines about India's nuclear policy shows that the sovereignty of the state is maintained because India is asserting its right to manage its internal affairs independently without foreign interference. അപ്പോൾ ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ചെയ്യുന്നതാണ്, ഫോറിൻ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ, അതായത് ഒരു വിദേശ രാജ്യത്തിൻ്റെ കൈകടത്തലില്ലാതെ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുകയാണ്. സോവറിനിറ്റി മീൻസ് എ കൺട്രീസ് ഫുൾ റൈറ്റ് ആൻഡ് പവർ ടു ഗവൺ ഇറ്റ് സെൽഫ് വിതൗട്ട് എനി ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ് ഇൻ ഇറ്റ്സ് ഇൻറ്റേർണൽ മാറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കാര്യങ്ങൾ ചെയ്യുന്നതിനും പുറത്തുള്ളൊരു രാജ്യത്തിൻ്റെ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ കൈകടത്തലില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ഫുൾ റൈറ്റും പവറും അധികാരവും അവകാശവും നമുക്കുണ്ട്. അതാണ് സോവറിനിറ്റി. ഇനി രണ്ടാമത്തെ ഹെഡ്ലൈൻ എന്താണെന്ന് നോക്കാം. India is asserting that its nuclear policy is an internal matter, not open to foreign interference. ഇപ്പോൾ അമേരിക്കക്കാർ പറയുകയാണ് ഇന്ത്യക്കാർ ന്യൂക്ലിയർ വെപ്പൻസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇന്ത്യയുടെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഡിഫെൻസ് ആൻഡ് മിലിറ്ററി എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷനാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ കൺട്രീസ് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ഇൻ മാറ്റേഴ്സ് ഓഫ് നാഷണൽ ഡിഫെൻസ് ആൻഡ് സെക്യൂരിറ്റി. ദേശീയ സുരക്ഷയുടെയും സെക്യൂരിറ്റിയുടെയും ഭാഗമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കാനുള്ള അധികാരമുണ്ട്. ബൈ റിജക്റ്റിംഗ് എക്സ്റ്റേണൽ പ്രഷർ ഓർ ഇൻവോൾവ്മെൻറ്റ് ഇന്ത്യ ഈസ് അപ്ഹോൾഡിങ് ഇറ്റ്സ് സോവറിൻ റൈറ്റ്സ്. അപ്പോൾ പുറത്തുനിന്നുള്ളൊരു ആളുടെ ഇൻ്റർവെൻഷൻ, കൈകടത്തൽ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ പരമാധികാരത്തെയാണ് കാണിക്കുന്നത്. Next, write the basic components of state on strip and keep them in a bowl on the table. Each one should take a strip. Those who got the same topic form groups. Each group discusses a topic they got. Present them in different ways: poster, notes, speech, panel discussion, role play, etc. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ 4 ഫോംസ് നമ്മൾ പഠിച്ചായിരുന്നു, നമ്മൾ നോക്കിയായിരുന്നു 4 ഫോംസ്. അപ്പോൾ ആ 4 ഫോംസ് ബൗളിൽ എഴുതിയിട്ടിട്ട് അതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്, വാരിയസ് തിയറീസ്. ഇപ്പോൾ ഒരു രാജ്യം ഉണ്ടാകുന്നതിനുള്ള പല തിയറികളുണ്ട്. അപ്പോൾ ആ തിയറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു രാജ്യം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെപ്പറ്റി. വി ഹാവ് ഡിസ്കസ്ഡ് ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ്. നൗ ലെറ്റ് us എക്സാമിൻ ഹൗ ദ സ്റ്റേറ്റ് വാസ് ഫോംഡ്.
നമ്മൾ സ്റ്റേറ്റിൻ്റെ 4 കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്ന് നോക്കാം. Panel discussion has been organized in the class on the formation of state. Look at the way how the children express their opinion. ഇപ്പോൾ പാനൽ ഡിസ്കഷൻ നടക്കുകയാണ്. 2 പാനലായിട്ട് ഇരുന്നിട്ട് ഇവർ ഡിസ്കസ് ചെയ്യാണ് കുട്ടികൾ ക്ലാസ്സിൽ. അപ്പോൾ ഒരു ഗ്രൂപ്പ് പറയാണ് ദ സ്ട്രോങ് കോൺകേർഡ് ദ വീക്ക് ബൈ ഫോഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ സ്റ്റേറ്റ്. അപ്പോൾ ശക്തരായ ആൾക്കാർ എന്ത് ചെയ്തു, ദുർബലരായവരെ കോൺകർ ചെയ്തു, എന്നിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടാക്കിയതെന്ന്. കീഴടക്കി, കോൺകർ ചെയ്യാന്ന് പറഞ്ഞാൽ കീഴടക്കുക. അപ്പോൾ ശക്തർ ദുർബലരെ കീഴടക്കിയിട്ട് സ്റ്റേറ്റ് ഉണ്ടാക്കി. നോട്ട് അറ്റ് ഓൾ ഇറ്റ്സ് വേരിയസ് കോൺട്രാക്ട്സ് made by the people that lead to the formation of the state. അല്ല, അങ്ങനെയല്ല. ഇത് പല പല കോൺട്രാക്റ്റുകളാണ്, ആളുകൾ തമ്മിൽ വെച്ച പല പല കോൺട്രാക്റ്റുകൾ കൊണ്ടാണ് നമുക്ക് സ്റ്റേറ്റ് ഉണ്ടായതെന്ന് പറയും. None of this is correct. The state was not built by anyone. It was formed as a result of long-term evolution. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയുന്നത് അതൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല, ഇതൊന്നും ശരിയല്ല. സ്റ്റേറ്റ് ആരും ഉണ്ടാക്കിയതല്ല, അത് പല പല നാളുകളായിട്ടുള്ള പരിണാമത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ഇവല്യൂഷൻ, സാമൂഹിക പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേജിൽ യു ഹാവ് നോട്ടീസ് ദ ഒപ്പീനിയൻസ് എക്സ്പ്രസ്ഡ് ബൈ ദ ചിൽഡ്രൻ റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ദേ റിഫർ ടു ദ വേരിയസ് തിയറീസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. ഷാൽ വി കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ഗിവൻ ബിലോ. ഇനി ആ കുട്ടികളും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് താഴെയുള്ള കോൺസെപ്റ്റ് മാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാം. തിയറീസ് ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ. ഫോഴ്സ് തിയറി, ആദ്യത്തെ തിയറി ഫോഴ്സ് തിയറിയാണ്. സ്ട്രോങ് കോൺകേർഡ് ദ വീക്ക് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റ്, അതാണ് ആദ്യത്തെ തിയറി. അതായത് ശക്തരായവർ ദുർബലരെ കീഴടക്കിയിട്ട് സ്റ്റേറ്റ് ഉണ്ടാക്കി. തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റ്, രണ്ടാമത്തത് സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ തിയറിയാണ്. എഗ്രിമെൻറ്റ് ഓർ കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ പീപ്പിൾ lead to the formation of the state. അപ്പോൾ എഗ്രിമെൻറ്റുകളോ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളോ, ജനങ്ങൾ തമ്മിലുണ്ടാക്കിയ കോൺട്രാക്റ്റുകളോ എഗ്രിമെൻറ്റുകളോ ആണ് സ്റ്റേറ്റ് ഉണ്ടാകാൻ കാരണം. മൂന്നാമത്തേത് തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. ദ സ്റ്റേറ്റ് വാസ് നോട്ട് ബിൽഡ് ബൈ എനിവൺ, ഇറ്റ് വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോങ് ടേം എവല്യൂഷൻ. സ്റ്റേറ്റ് ആരും ഉണ്ടാക്കിയതല്ല, അത് തനിയെ ഉണ്ടായതാണ്, വർഷങ്ങളായുള്ള സോഷ്യൽ എവല്യൂഷൻ മൂലം, സാമൂഹിക പരിണാമം മൂലം തനിയെ ഉണ്ടായതാണ്. തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് എമംഗ് ദ തിയറീസ് ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ. ഇതിനകത്ത് തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷനാണ് എല്ലാവരും അംഗീകരിക്കുന്നതും ഏറ്റവും പോപ്പുലറും പ്രചാരത്തിലുള്ളതുമായിട്ടുള്ള ഒരു തിയറി. അക്കോർഡിംഗ് ടു ദിസ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് എ കൺസ്ട്രക്ട് by anyone but a result of interaction of various components over a long period of time. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ആരും ഉണ്ടാക്കിയതല്ല, ആരും കൺസ്ട്രക്റ്റ് ചെയ്തതല്ല, നിർമ്മിച്ചതല്ല. അതെന്താണ്, ഒരു ഇൻറ്ററാക്ഷൻ, പരസ്പരമുള്ള സംവാദത്തിൻ്റെയോ സംസാരത്തിൻ്റെയോ കൂട്ടുചേരലിൻ്റെയോ ഒക്കെ പരിണിത ഫലമായിട്ട് വളരെ നാളുകളുടെ ഒരു പരിണാമം കൊണ്ട് ഉണ്ടായി വന്ന ഒരു വേരിയസ് കോമ്പോണൻസ് കൂടിച്ചേർന്ന്, പല പല ഘടകങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ഒരു സംഭവമാണ് സ്റ്റേറ്റ്. ട്രൈബൽ സ്റ്റേറ്റ് ടു നാഷണൽ സ്റ്റേറ്റ്. Nature of modern state is entirely different from that of earlier state. Let us examine the changes in the nature of the state. ഇനി നമുക്ക് പല പല സ്റ്റേറ്റുകളുടെ ഫോർമേഷൻ നോക്കാം. ആദ്യത്തേത് ട്രൈബൽ സ്റ്റേറ്റ് ആണ്. ഇൻ ഏൻഷ്യൻ ടൈംസ് ഇറ്റ് വാസ് ദ ട്രൈബൽ ഗ്രൂപ്പ് ഹു ഷോഡ് ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പണ്ടത്തെ കാലത്ത് ട്രൈബൽ ഗ്രൂപ്പുകൾ, അതായത് ആദിവാസികൾ ആണ് ഒരു എക്സ്റ്റെൻറ്റ് വരെ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, അതായത് രാഷ്ട്രീയപരമായ ഘടകങ്ങളൊക്കെ എല്ലാമുള്ള ഒരു സ്റ്റേറ്റ് പോലെ താമസിച്ചിരുന്നത്. ഫോർമേഷൻ ഓഫ് ട്രൈബൽ സ്റ്റേറ്റ് വാസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ബീങ് ബോൺ ടു ദ സെയിം ക്ലാൻ ഹാവിങ് സെയിം ഇൻട്രസ്റ്റ് ആൻഡ് സെയിം എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ട്രൈബൽ സ്റ്റേറ്റ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണ്, അവരെല്ലാവരും ഒരേ ഗോത്രത്തിൽ അല്ലെങ്കിൽ ഒരേ കുലത്തിൽ, ഒരേ വംശത്തിൽ പിറന്നവരാണ്. ഒരുപോലത്തെ കാര്യങ്ങളോടായിരുന്നു എല്ലാവർക്കും താല്പര്യമുള്ളത്. ഒരുപോലത്തെ കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തു വന്നിരുന്നത്. എക്കണോമിക്കലി, സാമ്പത്തികപരമായും സാമൂഹികപരമായും ഒക്കെ അവർ ഒരേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ട്രൈബൽ സ്റ്റേറ്റ് ഫോം ചെയ്തത്.
രണ്ടാമത്തെ ഓറിയൻ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓറിയൻ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ദ സെൻറ്റർ ഓഫ് റിവർ വാലി സിവിലൈസേഷൻ സച്ച് ആസ് മെസപ്പൊട്ടാമിയ, ഈജിപ്ത് ആൻഡ് ചൈന ആർ എക്സാമ്പിൾ. ഇപ്പോൾ ഈജിപ്തിലും ചൈനയിലും മെസപ്പൊട്ടാമിയയിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഓറിയൻ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഇത് ഇപ്പോഴത്തെ ആധുനിക ഗവൺമെൻറ്റുമായിട്ട് കുറേയേറെ സാമ്യങ്ങളുണ്ട്. പീപ്പിൾ ലെഡ് ആൻ അർബൻ ലൈഫ് സ്റ്റൈൽ ഇൻ ദിസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ബ്രോൺസ് കണ്ടുപിടിച്ച ആ സമയത്താണ്, ബ്രോൺസിൻ്റെ യൂട്ടൻസിൽസും ടൂൾസും ഒക്കെ ഉണ്ടാക്കിയ സമയം. ആ സമയത്താണെങ്കിൽ പോലും മോഡേൺ ഇപ്പോഴത്തെ സാമൂഹിക വ്യവസ്ഥയിലുള്ള പോലത്തെ കാര്യങ്ങളാണ് അന്ന് അവർ ചെയ്തിരുന്നത്. ഇപ്പോഴുള്ള ആൾക്കാരെ പോലെ അർബൻ ലൈഫാണ് അവർ ഫോളോ ഇരുന്നത്. നാഗരികത. ഓക്കെ. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്. അടുത്തത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ദാറ്റ് എക്സിബിറ്റ്സ് ദ മോസ്റ്റ് സിമിലാരിറ്റി വിത്ത് മോഡേൺ സ്റ്റേറ്റ്. ഏതൻസ്, സ്പാർട്ട എക്സെട്ര ആർ എക്സാമ്പിൾസ്. ഇപ്പോൾ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആയ ഏതൻസും സ്പാർട്ടയും ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു. വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു പഠിച്ചു. അപ്പോൾ അതെല്ലാം ഇപ്പോഴത്തെ മോഡേൺ വിദ്യാഭ്യാസം ആണെങ്കിലും സാമ്പത്തിക റിസോഴ്സസ്, എക്കണോമിക് റിസോഴ്സസ് ആണെങ്കിലും എല്ലാമായിട്ടും കിടപിടിക്കുന്ന തരത്തിലുള്ളത് അതേപോലെ തന്നെയുള്ള സംഭവമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. The Roman Empire administrative system, law and basic infrastructures that existed in the Roman Empire showed similarities to that of modern state. ഇപ്പോൾ റോമൻ എംപയർ നമ്മൾ പഠിച്ചതാണ്. റോമിൽ എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ സിസ്റ്റം, എങ്ങനെയായിരുന്നു അവിടുത്തെ എക്കണോമി, എങ്ങനെയായിരുന്നു അവിടുത്തെ അഗ്രികൾച്ചറലും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ അവർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഡെമോക്രസി അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പഠിച്ചു. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴത്തെ മോഡേൺ സിവിലൈസേഷനുമായിട്ട്, മോഡേൺ നിയമനിർമ്മാണവും മോഡേൺ ഗവൺമെൻറ്റുമായിട്ട് നല്ല സാമ്യമുള്ള സിവിലൈസേഷൻസും ഒക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ്റെ അകത്തും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അകത്തും അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു നഗര നിർമ്മാണം ഉണ്ടായിരുന്നു. വീടുകൾ ഒരു സ്ഥലത്ത്, അതിന് എല്ലാം കറക്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുളിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം, ബാത്റൂംസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫോർമേഷൻ ഉണ്ടായിരുന്നു. ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ളൊരു ടൗൺ പ്ലാനിങ്, ഒരു ടൗൺഷിപ്പൊക്കെ പ്ലാൻ ചെയ്യുക, അതൊക്കെ മെസപ്പൊട്ടാമിയയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ചരിത്ര തെളിവുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ റിമൈൻസ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഇടയിൽ തമിഴ്നാട്ടിൽ നമുക്കൊരു അടുത്തിടെ മീൻസ് 2022 ആണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിൽ നമുക്കൊരു റിമൈൻസ് കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അതൊരു ഫുള്ളി ഫ്ലെഷ്ഡ് ആയിട്ടുള്ളൊരു അർബൻ സിവിലൈസേഷൻ്റെ ഒരു റിമൈൻസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം. കീഴടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൻ്റെ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ് എന്തൊക്കെയോ കാരണങ്ങളാൽ. പക്ഷേ അവിടെ ഒരു ബെറ്റർ ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെക്കാട്ടിലും വർഷങ്ങൾ മുൻപുള്ളൊരു സിവിലൈസേഷൻ്റെ ബാക്കി ഭാഗമാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ന്യൂസുകളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇൻസൈറ്റ് ഉണ്ടാകും, കുറച്ചുകൂടി അവബോധം ഉണ്ടാകും. അത് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വന്നിട്ട് ഫ്യൂഡൽ സ്റ്റേറ്റ്സ് ആണ്. ഫ്യൂഡൽ സ്റ്റേറ്റ്സ് വർ ഫോംഡ് ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ റോമൻ എംപയർ. ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് സ്റ്റേറ്റ് വാസ് ഫ്യൂഡലിസം. അപ്പോൾ ഫ്യൂഡൽ സ്റ്റേറ്റ് ആണ് അടുത്തത്. ഫ്യൂഡൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നാടുവാഴി സംസ്കാരമുള്ള, നാടുവാഴിത്തം അല്ലെങ്കിൽ ജന്മിത്ത വ്യവസ്ഥ ഉള്ളൊരു സ്റ്റേറ്റ് ആണ്. അത് കഴിഞ്ഞതിന് റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടെ ആരംഭിച്ചത് ഫ്യൂഡലിസമാണ്. ഇൻ ദ സ്റ്റേറ്റ് ദ പവർ ഹൈറാർക്കി വാസ് ഡിവൈഡഡ് ഇൻടു ദ കിങ്, ദ ലോർഡ്സ് ആൻഡ് ദ ഫാമേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു പവർ ഹൈറാർക്കി ഉണ്ടായിരുന്നു. അതായത് അധികാരത്തിൻ്റെ ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരു ലാഡർ, ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. സ്റ്റെപ്പിൻ്റെ ആദ്യം നിൽക്കുന്നത് കിങ് ആണ്. അത് കഴിഞ്ഞ് ലോർഡ്സ്, പ്രഭുക്കന്മാർ. അത് കഴിഞ്ഞിട്ട്
ആണ് ഫാർമേഴ്സ് വരുന്നത്. ഏറ്റവും ലാസ്റ്റാണ് ഫാർമേഴ്സ്, തൊഴിലാളികളും കൃഷിക്കാരും വരുന്നത്. ദ പവർ ഓഫ് കിങ് വാസ് ലിമിറ്റഡ്. കിങ്ങിൻ്റെ പവർ ലിമിറ്റഡ് ആയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് പവർ വാസ് വെസ്റ്റഡ് വിത്ത് ദ ലോഡ്സ്. പ്രഭുക്കളായിരുന്നു ഇതിനകത്ത് പരമാധികാരമുള്ള ആൾക്കാർ. ലാസ്റ്റ് വന്നാണ് നേഷൻ സ്റ്റേറ്റ്സ്. മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ്. ഇപ്പോൾ മോഡേൺ നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉത്ഭവിച്ചത് യൂറോപ്പിൽ നിന്നാണ്. ലോജിക്കൽ തിങ്കിങ്, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സോ ഓൺ ബ്രോട്ട് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ ഡ്യൂറിങ് റിനൈസൻസ് പീരീഡ്. ലോജിക്കൽ തിങ്കിങ്ങും സയൻറ്റിഫിക് ടെമ്പറും, ശാസ്ത്രീയ മനോഭാവവും വിവേചനപരമായ ചിന്തയും അതെല്ലാമാണ് ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ, സാമൂഹിക വ്യവസ്ഥിതിയിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഏത് സമയത്താണ് ഇത് കൊണ്ടുവന്നത്? നവോത്ഥാന കാലഘട്ടത്തിൽ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, കോളനൈസേഷൻ ആൻഡ് നാഷണൽ കോൺഷ്യസ്നെസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് നേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു നേഷൻ സ്റ്റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും കോളനൈസേഷനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ കോൺഷ്യസ്നെസ്, ദേശീയ അവബോധം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വ്യാവസായിക വിപ്ലവവും കോളനിവൽക്കരണവും ദേശീയ അവബോധവും ഒക്കെ ഇതിന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഗ്രാജുവലി നാഷൻ സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ദ ഫാക്ടേഴ്സ് ലൈക്ക് പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സോവറിനിറ്റി. സാവധാനം ഇതെല്ലാത്തിൻ്റെയും പരിണിത ഫലമായി പോപ്പുലേഷൻ, ജനസംഖ്യയും, ടെറിട്ടറി, ഭരണപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയെല്ലാം കൂടി ചേർന്നിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടായത്. ഫ്യൂഡലിസം ഇസ് എ സോഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ വിച്ച് ദ ലോർഡ്സ് എക്സ്പ്ലോയിറ്റഡ് ദ വർക്കേഴ്സ് ഇൻ ദർ അഗ്രികൾച്ചറൽ ഫീൽഡ് ലൈക്ക് സ്ലേവ്സ്. ഫ്യൂഡലിസം എന്ന് പറയുമ്പോഴത്തേക്കും ജന്മിത്ത വ്യവസ്ഥയാണ്, നാടുവാഴിത്തം. ഈ ഒരു വ്യവസ്ഥയിൽ ലാൻഡ് ലോഡ്സ് ഉണ്ടാകുമല്ലോ, ഈ ഫ്യൂഡൽ ജന്മിമാർ, അവരുടെ കൃഷിയിടത്തിലെ കൃഷിക്കാരെ അടിമകളെ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. The term feudalism originated from the German word feudal, which means a piece of land. Feudalism എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഉത്ഭവം ജർമ്മൻ വേർഡ് ആയ ഫ്യൂഡലിൽ നിന്നാണ്. ഫ്യൂഡിൻ്റെ അർത്ഥം ഒരു കഷ്ണം ഭൂമി എന്നാണ്. ഫ്യൂഡലിസം എക്സിസ്റ്റഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദ മിഡിൽ ഏജസ്. മധ്യകാലഘട്ടത്തിലാണ് ജന്മിത്ത വ്യവസ്ഥ നിലനിന്നിരുന്നത്. റിനൈസൻസ് ആണ് അടുത്തത്, നവോത്ഥാന കാലഘട്ടം. റിനൈസൻസ് ഈസ് എ ന്യൂ അവേക്കനിങ് in the artistic and intellectual. Renaissance is a new awakening in the artistic and intellectual fields during the 14th and 15th centuries in Italy and other European countries. നവോത്ഥാന കാലഘട്ടം 14ഉം 15ഉം നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ബുദ്ധിപരവും കലാപരവുമായ ഒരു ഉണർവാണ് റിനൈസൻസ്. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഏജ് ഈസ് ദാറ്റ് ദ ഹ്യൂമൻസ് വെർ ഗിവൻ മോർ ഇമ്പോർട്ടൻസ് ദാൻ റിലീജിയസ് ഡോക്ട്രൈൻസ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്, ജാതിക്കോ ജാതി വ്യവസ്ഥയ്ക്കോ അതിൻ്റെ ആ ഒരു ഹൈറാർക്കിക്കോ അല്ല. പെട്രിയാർക്സ് ഡാൻഡെ, ഡാവിഞ്ചി ആൻഡ് സോ ഓൺ ഇൻഫ്ലുവൻസ് ദ റിനൈസൻസ് ഇൻ വേരിയസ് ഫീൽഡ്സ്. പെട്രാർക്ക്, ഡാൻഡെ, ഡാവിഞ്ചി ഇവരെല്ലാം ചിത്രകാരന്മാരും കലാകാരന്മാരുമാണ്. ഇവരാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് കൊടുത്തത്. റിനൈസൻസ് നവോത്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതും പ്രചാരം കൊടുത്തതും ഇവരാണ്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് അബൌട്ട് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്. ഇൻ ദ ഹൈറാർക്കിക്കൽ സിസ്റ്റം ഓഫ് കിങ്, ലോർഡ്, ഫാമേഴ്സ്, ദ പവർ ഓഫ് ദ കിങ് ഈസ് ലിമിറ്റഡ്. ഫ്യൂഡൽ സിസ്റ്റത്തിലാണ്. ലോജിക്കൽ തിങ്കിങ്, സയൻറ്റിഫിക് ടെമ്പർ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് നാഷണൽ കോൺഷ്യസ്നെസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദീസ് സ്റ്റേറ്റ്സ്. അത് നാഷണൽ സ്റ്റേറ്റ് ആണ്. Bronze Age civilization centers belong to this administrative system, Oriental administrative system. People being born to same clan, having common interest and similar economic activities are the features of this type of state, tribal state. ഇനി നെക്സ്റ്റ് ഹെഡിങ് വന്നിട്ട് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ്. We have already recognized that in a state it is the government that carries out the administration. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചു ഒരു സ്റ്റേറ്റിൻ്റെ പരമാധികാരം ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്. Let us examine more features of it, shall we?
അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഗിവൺ ബിലോ ആർ ദ ഡാറ്റ കളക്റ്റഡ് ബൈ കിരൺ ഫോർ കമ്പയറിംഗ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഒരു കമ്പാരിസൺ നടത്താൻ പോവാണ് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിൽ. അറേഞ്ച് ദം സ്യൂട്ടബിളി ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേബിളിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളും ഗവൺമെൻറ് അധികാരങ്ങളും ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഇനി സ്റ്റേറ്റിൻ്റെ അധികാരപരിധി, സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഹാസ് സോവർജിനിറ്റി, ഇറ്റ് ഈസ് എ ബ്രോഡ് കൺസെപ്റ്റ്, ഓൾ പീപ്പിൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ഇതെല്ലാമാണ് സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നത്. ഗവൺമെൻറ് കീപ്സ് ചേഞ്ചിങ്, ഇറ്റ് ഈസ് കോമ്പോണൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്, സോവർജിനിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസി, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ്. ഇപ്പോൾ രണ്ടായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. The government helps to keep the relationship dynamic between the people and the state. സ്റ്റേറ്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതും സുഗമമാക്കുന്നതും ആരാണ്? ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ് വിതൗട്ട് ഗവൺമെൻറ്. ഒരു രാജ്യത്തിനോ ഒരു സംസ്ഥാനത്തിനോ ഗവൺമെൻറ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ദ വേരിയസ് ലോസ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ സ്റ്റേറ്റ് ആർ എക്സിക്യൂട്ടഡ് ത്രൂ ദി ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തമായ ഓർഗൻസ് കൊണ്ടാണ്, ഘടകങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ പോളിസീസും ലോകളും നിയമങ്ങളും പ്രോഗ്രാമുകളും നടപ്പാക്കുന്നത്. ലെറ്റ് us എക്സാമിൻ വാട്ട് ആർ ദേ. നമുക്കിനി ഗവൺമെൻറ് ഓർഗൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. 3 എണ്ണമാണ് ഗവൺമെൻറ്റിനുള്ളത്. 3 ഓർഗൻസ് ആണുള്ളത്. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇനി ലെജിസ്ലേറ്റീവ് എന്താണെന്ന് നോക്കാം. ദ മേജർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് ഇൻക്ലൂഡ് മേക്കിംഗ് ലോസ് ആൻഡ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് ലോ ദാറ്റ് ആർ റിക്വയർഡ് ബൈ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന് ആവശ്യമായ നിയമനിർമ്മാണം, ഏതെങ്കിലും ഒരു നിയമത്തിന് ഭേദഗതി ഉണ്ടാക്കുക, ഇതെല്ലാമാണ് ലെജിസ്ലേറ്റീവിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദ ലെജിസ്ലേറ്റീവ് ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ കൺട്രോളിങ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കാണ്, ലെജിസ്ലേറ്റീവിനാണ് അധികാരമുള്ളത്. ഒരു സ്റ്റേറ്റിൻ്റെ ഭരണ സംവിധാനം കൺട്രോൾ ചെയ്യുന്നതിന് ലെജിസ്ലേറ്റീവിനാണ് അധികാരമുള്ളത്. സെക്കൻഡ് വൺ, എക്സിക്യൂട്ടീവ്. ദ ലോ മെയ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് ആർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ദി എക്സിക്യൂട്ടീവ്. ഈ എക്സിക്യൂട്ടീവാണ് ഈ ഉണ്ടാക്കിയ നിയമങ്ങൾ, ലെജിസ്ലേറ്റീവ് നിർമ്മിച്ച നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ, അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ് ആർ എക്സിക്യൂട്ടഡ് ബൈ ദിസ് ഓർഗൻ. ഇവരാണ് ഒരു ഗവൺമെൻറ് ദൈനംദിന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഓരോ ദിവസം നമ്മൾ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു നോക്കുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, അതായത് പ്രവർത്തിക്കുന്ന ആൾക്കാർ. ജുഡീഷ്യറി. ദ ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ലോസ്, റിസോൾവ്സ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് പണിഷസ് ദ ഒഫൻഡർ. ജുഡീഷ്യറി എന്താണ് ചെയ്യണത്? ഈ നിയമം നടപ്പിലാക്കാത്ത ആൾക്കാരെ പണിഷ് ചെയ്യുക, നിയമം തെറ്റിക്കുന്ന ആൾക്കാരെ പണിഷ് ചെയ്യുക, ഇതൊക്കെയാണ് ജുഡീഷ്യറിയുടെ റെസ്പോൺസിബിലിറ്റി. When the legislative make laws, the executive executes it. The disputes that arises during these process are solved by the judiciary. അപ്പോൾ ലെജിസ്ലേറ്റീവ് നിയമം നിർമ്മിക്കും, എക്സിക്യൂട്ടീവ് അത് നടപ്പിലാക്കും, ജുഡീഷ്യറി എന്ത് ചെയ്യും? ഈ ഒരു നിയമനിർമ്മാണത്തിൽ എന്തെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, എന്തെങ്കിലും അമെൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കുക, അതൊക്കെ ചെയ്യുന്നതാണ് ജുഡീഷ്യറി. For the effective functioning of the government, it is essential that these 3 organs must act complementary to each other. ഈ 3 ഓർഗൻസും എന്ത് ചെയ്യണം? ഒരേപോലെ ഒത്തൊരുമയോടെ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഗവൺമെൻറ് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമിൻ ദ ഫോളോയിങ് ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ. Identify under the scope of which government organ these headlines can be categorized into. നമുക്ക് കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്. ഇത് ആരൊക്കെയാണ് നോക്കുന്നതെന്ന്, ഏതൊക്കെ ഓർഗനാണ് ഏതെല്ലാം ന്യൂസുകൾ നോക്കുന്നതെന്നൊന്ന് കാറ്റഗറൈസ് ചെയ്യണം. കോർട്ട് പ്രൊസീജിയേഴ്സ് ടു ബി ടെലികാസ്റ്റ് ലൈവ് ചെയ്ത് സുപ്രീം കോർട്ട്. അപ്പോൾ ഇത് ജുഡീഷ്യറിയാണിത് പറയുന്നത്, ജുഡീഷ്യറിയാണ് ഈ ഒരു ന്യൂസിൻ്റെത്. ദ ഗവൺമെൻറ് പ്രിപ്പയർസ് ഫോർ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് ലെജിസ്ലേറ്റീവാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എല്ലാവർക്കും, അത് ലെജിസ്ലേറ്റീവ്. എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ഓഫ് ലോ സൂൺ, അതും ലെജിസ്ലേറ്റീവാണ്, നിയമ ഭേദഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഗ്രീൻ പ്രോട്ടോക്കോൾ ടു സ്കൂൾ ടു ബി ഫോളോഡ് സ്ട്രിക്ട്ലി ഇൻ സ്കൂൾസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, അത് എക്സിക്യൂട്ടീവാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. നിർമ്മിച്ച നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. റിവിഷൻ ഓഫ് ട്രാഫിക് റൂൾസ്, കോർട്ട് ടു ബി ഇൻഫോംഡ് ഓഫ് ദ പ്രോഗ്രസ്. ഇപ്പം
ട്രാഫിക് നിയമങ്ങൾ നമ്മൾ ഒന്ന് അമെൻമെൻറ്റ് ചെയ്ത് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ജുഡീഷ്യറിയാണ്. അത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പണിഷ്മെൻറ്റ്സും അതിൻ്റെ അമെൻമെൻറ്റ്സൊക്കെ നോക്കുന്നത് ജുഡീഷ്യറിയാണ്. പാർലമെൻറ്റ് അപ്രൂവ്സ് റിവിഷൻ ഓഫ് ട്രാൻസ്പോർട്ട് റൂൾസ്. ഇപ്പോൾ വാഹന ഗതാഗതത്തിനുള്ള നിയമങ്ങൾ അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലെജിസ്ലേറ്റീവാണ് റൂൾസ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് അപ്രൂവ് ചെയ്യുന്നതും ഒക്കെ. പ്രാവർത്തികമാക്കുന്നത് എക്സിക്യൂട്ടീവ്. അതിനകത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് എതിർപ്പുകളുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയാണ് പറയേണ്ടത്? ജുഡീഷ്യറിയിൽ. We have become familiar with the origin and evolution of the concept of state. Our states have developed from the tribal state of ancient times to the level of modern nation state that are based on democracy. The modern nation state, which have major importance to equality, liberty and sovereignty, are also a sign of human progress. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും സമയം എന്താ ചെയ്തത്? സ്റ്റേറ്റ് എങ്ങനെ ഉണ്ടായത്, സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ എന്തെല്ലാമാണ്, ഓർഗൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയല്ലേ. അപ്പോൾ പണ്ട് കാലത്തെ പുരാതനമായൊരു രാജ്യത്തിൽ നിന്ന് ആധുനിക രാജ്യത്തിലേക്കുള്ള ഒരു എങ്ങനെയാണ് അത് ആധുനിക രാജ്യത്തിലേക്ക് പരിണാമം അതൊക്കെ നമ്മളൊന്ന് കണ്ടു. അപ്പോൾ ഇനിയും modern states which give nation states which give more importance to equality, liberty, sovereignty. അപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ സ്റ്റേറ്റ് നമുക്ക് തുല്യത, എല്ലാവർക്കും തുല്യത, എല്ലാവർക്കും അധികാരം, എല്ലാവർക്കും ലിബർട്ടി, സ്വാതന്ത്ര്യം, തുല്യത, സർവാധികാരം എന്നിവയാണ് മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയിട്ട് മോഡേൺ സ്റ്റേറ്റ്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 3 ഘടകങ്ങൾ. ഇനി എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതെല്ലാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസാണ്. അതെല്ലാം ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.